നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയെ കാത്ത് കേരളം. ഖാർഗെ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച വൈകിട്ട്. വയനാട്ടിലും കോഴിക്കോടും രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ പോസ്റ്റർ. അതൃപ്തി പരസ്യമാക്കിയ ഘടകകക്ഷികൾ. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന നിലപാടിൽ ഉറച്ച് മുസ്ലിം ലീഗ്. ജനവികാരം മാനിക്കണമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കോൺഗ്രസിനെതിരെ എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. മുഖ്യമന്ത്രി സ്ഥാനത്ത് രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്നത് ദൗർഭാഗ്യകരമായ അവസ്ഥ. ആർ.എസ്.പിയുടെ നിലപാട് ഹൈക്കമാൻഡിന് മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും എൻ.കെ. പ്രേമചന്ദ്രൻ. പ്രതിപക്ഷ നേതാവ് ആരെന്നതിൽ തീരുമാനമാകാതെ CPM. സംസ്ഥാന സമിതി യോഗം ചേരുന്നു. തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയം ചർച്ചാ വിഷയം. CPI-യിൽ പൊട്ടിത്തെറി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. തമിഴ്നാട്ടിൽ 144 പേരുടെ പിന്തുണയോടെ വിശ്വാസം തെളിയിച്ച് TVK. 25 അണ്ണാ DMK MLA-മാർ വിജയ്ക്കൊപ്പം. സർക്കാരിനെതിരെ വോട്ട് ചെയ്തത് 22 പേർ മാത്രം. വിജയ് തന്റെ സ്വകാര്യ ജ്യോതിഷയ്ക്ക് സർക്കാർ പദവി നൽകിയതിനെതിരെ പ്രതിഷേധം ശക്തമായതിന് പിന്നാലെ നിയമനം റദ്ദു ചെയ്തു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേരളത്തിലും വ്യാപക പ്രതിഷേധം. SFI പ്രവർത്തകരുടെ ഹെഡ് പോസ്റ്റ് ഓഫീസുകളിലേക്കുള്ള മാർച്ചിൽ സംഘർഷം. ചോർത്തിയ നീറ്റ് ചോദ്യപേപ്പർ കേരളത്തിലും എത്തിയതായി സൂചന. അന്വേഷണം 10 സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് CBI. ക്രമക്കേടിൽ സുപ്രീം കോടതി ഇടപെടൽ തേടി ഹർജി. ഊർജ്ജ പ്രതിസന്ധി മുമ്പിൽ കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായക തീരുമാനം. തന്റെ സുരക്ഷാ വ്യൂഹത്തിലെ വാഹനങ്ങളുടെ എണ്ണം പകുതിയായി വെട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശം നൽകി. ഇലക്ട്രിക് വാഹനത്തിന്റെ സാധ്യത പരിശോധിക്കുവാനും നിർദ്ദേശം. മുഖ്യമന്ത്രി, മന്ത്രിമാർ തുടങ്ങിയവരുടെ വാഹനങ്ങളുടെ എണ്ണം പകുതിയായി കുറയ്ക്കാൻ നിർദ്ദേശിച്ച് ഉത്തർപ്രദേശ് സർക്കാരും രംഗത്ത്. സ്വർണ്ണ ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ ഉയർത്തിയതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 10,200 രൂപ ഇന്ന് ഒറ്റയടിക്ക് കൂടി. ഗ്രാമിന് 1,275 രൂപ വർദ്ധിച്ചു. 1,23,120 രൂപയാണ് പവന്റെ ഇന്നത്തെ വില. 15,390 രൂപയാണ് ഗ്രാമിന്റെ വില. ഇറക്കുമതി തീരുവ 6% നിന്നും 15% മോദി സർക്കാർ ഉയർത്തിയത്. ഇന്ധനവില വർധനയുണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിൽ സംസ്ഥാനത്ത് പെട്രോൾ പമ്പുകളിൽ മൊത്ത വിൽപ്പന നിയന്ത്രിക്കണമെന്ന നിർദ്ദേശവുമായി എണ്ണ കമ്പനികൾ. ഒരു ഉപഭോക്താവിന് പരമാവധി 200 ലിറ്റർ വരെ ഡീസലും 5,000 രൂപ വരെ പെട്രോളും എന്ന പരിധി നിശ്ചയിക്കാൻ പമ്പ് ഉടമകൾക്ക് എണ്ണ കമ്പനികളുടെ നിർദ്ദേശം. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരണപ്പെട്ട യുവാക്കളുടെ പൊതുദർശനം തുടരുന്നു. മങ്കട തസ്കർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുദർശനത്തിൽ പ്രിയപ്പെട്ടവർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരെത്തി. ഖബറടക്കം മലയിൽ ജുമാ മസ്ജിദിൽ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയിലേക്ക് ഷീ ജിൻപിങ്ങുമായുള്ള നിർണായക കൂടിക്കാഴ്ച നാളെ. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കൂടുതൽ വ്യാപാര കരാറുകൾ നിലവിൽ വരും. പശ്ചിമേഷ്യൻ സംഘർഷവും ചർച്ചയാകും. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.